നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഈ വീഡിയോ കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയോ 90% വിൻ റേറ്റോ അങ്ങനെ ഒന്നുമല്ല. മറിച്ച് ഇവിടെ നമുക്ക് വേണ്ടത് സൈക്കോളജിയാണ്. പലരും പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒപ്പം തന്നെ സൈക്കോളജി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ സൈക്കോളജി. ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാൻ പറ്റിയൊരു സബ്ജക്റ്റൊന്നുമല്ല സൈക്കോളജി എന്ന് പറയുമ്പോൾ. അത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റും അല്ല. അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലെ വിജയം എടുത്താലും ട്രേഡിങ്ങിലെ വിജയം എടുത്താലും അതല്ല മറ്റേതൊരു മേഖലയിൽ ഒരു മനുഷ്യന് വളരെ എളുപ്പത്തിൽ വിജയിക്കണമെങ്കിലും അവിടെയൊക്കെ അയാളുടെ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. സോ ഇന്നു മുതൽ നമ്മൾ സൈക്കോളജിയെ പറ്റിയും കൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഫയേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കാണുന്ന ഓരോരോ കോട്ടുകൾ, പ്രശസ്തരായിട്ടുള്ള ഓരോ ട്രേഡേഴ്സിൻ്റെ കോട്ടുകൾ അവർ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ദ കീ ടു സക്സസ്ഫുൾ ട്രേഡിംഗ് ഈസ് നോട്ട് പ്രെഡിക്റ്റിംഗ് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് ബട്ട് റാദർ മാനേജിങ് റിസ്ക് ആൻഡ് നോവിങ് വെൻ ടു കട്ട് യുവർ ലോസസ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ട്രേഡിങ്ങിലെ വിജയമെന്ന് പറയുന്നത് മാർക്കറ്റ് അടുത്തത് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് പ്രെഡിക്റ്റ് ചെയ്യലല്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം മാർക്കറ്റിന് അടുത്ത നിമിഷം എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. നമ്മൾ പറയുന്ന ഏതൊരു പ്രഡിക്ഷനും 50% കൂടുതൽ സാധ്യത മാർക്കറ്റിൽ ഒരു സമയത്തും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പോസിബിലിറ്റി 90%ലേക്കോ 100%ലേക്കോ ഒന്നും ഉയർത്താൻ പറ്റത്തില്ല. സാധ്യത എല്ലായ്പ്പോഴും 50% മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലല്ല വിജയം, മറിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അതായത് എന്താണോ നമ്മുടെ കൺട്രോളിലുള്ളത് അത് നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യുക എന്നതാണ്. നമ്മുടെ കൺട്രോളിലുള്ളത് നമുക്ക് എത്ര ലോസ് സംഭവിക്കാം, എത്ര റിസ്ക് നമുക്ക് എടുക്കാം, കാൽക്കുലേറ്റഡ് റിസ്ക്, കാൽക്കുലേറ്റഡ് ലോസ്, ഇത് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഏതൊരു വിജയിച്ച ട്രേഡറുടെ ഇൻ്റർവ്യൂ കേട്ടാലും നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് കേവലം ട്രേഡിങ്ങിനെ പറ്റി മാത്രമല്ല, ട്രേഡിങ്ങിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുമെങ്കിലും നമ്മളിപ്പോൾ പൊതുവിൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് മൊത്തത്തിലെടുത്തൊന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സൈക്കോളജിയെ പറ്റി പറയുമ്പോൾ നല്ലൊരു മാനസികാവസ്ഥ, ക്ഷമയോടുകൂടി വളരെ വിജയകരമായി ലൈഫിൽ വിജയിച്ചു വന്ന ഓരോരുത്തരെയും എടുത്തു നോക്കിയാൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും മറ്റു പലരും കാണിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ സ്ഥിരതയോടുകൂടെ കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകാൻ, വിജയിച്ചു വരുവാൻ അവരൊരു കഴിവ് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നത്? അതർവൈസ് 90% ആൾക്കാർക്കും സാധിക്കാത്തത് എങ്ങനെ വളരെ ചുരുക്കം 10%-ഓ അതിൽ താഴെ മാത്രം വരുന്ന ആളുകളോ എങ്ങനെ സ്വായത്തമാക്കിയെടുക്കുന്നു? നമുക്കതിൻ്റെ സയൻസ് ഒന്നറിയുന്നത്, നമുക്കും കാര്യകാരണങ്ങൾ അറിഞ്ഞാലാണല്ലോ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് നമുക്കെങ്ങനെ സംഭവിപ്പിക്കാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയുമ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഒപ്പം അത് സംഭവിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. നമുക്കറിയാം, സന്യാസിമാർ, ജീവിതത്തിൽ ഒത്തിരി വിജയം കണ്ടിട്ടുള്ള മനുഷ്യർ, ഇവരൊക്കെ അവരുടെ സൈക്കോളജിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇവർ പലരും പറഞ്ഞിട്ടുള്ള ഓരോ വാക്യങ്ങളുണ്ട്, ഓരോ ആപ്തവാക്യങ്ങൾ. അത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം വളരെ ഷോർട്ടായിട്ടുള്ള വാക്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ ഷോർട്ടായിട്ടുള്ള വാക്യത്തെ അതുപടി നമ്മുടെ മുന്നിൽ എല്ലായ്പ്പോഴും ഒത്തിരി വാക്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും മീനിങ്, അതിൻ്റെ റിയലിസ്റ്റിക് അവസ്ഥയിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പല വാചകങ്ങളും
അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാവുന്ന ലെവലിൽ ആണ് അതിലൊക്കെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് കുറച്ച് വ്യക്തികളുടെ വാചകങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. മഹാഭാരതത്തിൽ പറയുന്ന കൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉപദേശം അങ്ങനെ എന്തോ ആണല്ലോ, സംഭവാമി യുഗേ യുഗേ. എന്താണ്? സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ച് കഴിഞ്ഞതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം നല്ലതിന്. ഇത് പറയുമ്പോൾ ഒപ്പം മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, നിങ്ങൾ പ്രവർത്തിക്കൂ, ഫലം എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ പറഞ്ഞ രണ്ട് വാക്യങ്ങളും മഹാത്മാഗാന്ധി പറഞ്ഞതായിക്കോട്ടെ അതല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറഞ്ഞതായിക്കോട്ടെ, ഇതിൽ രണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളുടെ ചിന്തയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അതായത് സംഭവാമി യുഗേ യുഗേ, നിങ്ങൾ പ്രവർത്തിക്കൂ, അതിൻ്റെ പരിണിത ഫലം റിസൾട്ടിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് രണ്ടിലും ഒരേപോലെ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങളുടെ കൺട്രോളിലല്ല. ഈവൻ നിങ്ങളുടെ ജീവൻ പോലും അടുത്ത നിമിഷം എന്താകും എന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല. നിങ്ങൾക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്തേ മതിയാകൂ. അടുത്ത നിമിഷം നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയും എന്നതിന് നമുക്കിവിടെ ഒരു ഉറപ്പുമില്ല. അതായത് നമ്മുടെ സ്വന്തം ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യം നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഉറപ്പിൽ നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതൊരു നിമിഷവും ഒരാളുടെ ലൈഫിൽ എന്തും സംഭവിക്കാവുന്നതാണ്. ആ ഒരു റിസ്ക് എല്ലായ്പ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിൽ ഒന്നും ഒരു മനുഷ്യൻ്റെയും കൺട്രോളിലല്ല. എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യത്തെയും നമ്മുടേതായ രീതിയിൽ ആഗ്രഹത്തിനൊത്ത് കൺട്രോൾ ചെയ്ത് ആക്കി തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ ആ ജീവിതത്തിൽ എങ്ങനെ നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ പറ്റും? അവിടെയാണ് ഈ രണ്ട് ആപ്തവാക്യങ്ങളും ഒരുപോലെ ഫലപ്രദമാകുന്നത്. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടല്ല നമ്മളൊരു പ്രവൃത്തിയിൽ ഇറങ്ങേണ്ടത്. അതിനുള്ള കാരണവും അതുതന്നെയാണ്. എന്ത്? നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ നിമിഷത്തിൽ എനിക്കെന്ത് ചെയ്യണം എന്നത് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതെൻ്റെ കൺട്രോളിലാണ് പരിപൂർണമായും. എന്നെ ഇവിടെ ഫോഴ്സ്ഫുള്ളി ആരും ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. എനിക്കിത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. അത് പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോളിലാണ്. പക്ഷേ നിങ്ങളിത് കേട്ടത് കൊണ്ടോ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഗുണം ഇങ്ങനെ എനിക്ക് സംഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഫലം പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നതിൽ നിങ്ങളുടെ കഴിവോ കഴിവുകേടോ ഇല്ല. മറിച്ച് നമ്മളുടെ ഈ നിമിഷം നമുക്ക് എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും എന്നത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ കഴിവോ കഴിവുകേടോ ആയിട്ട് ഭവിക്കുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അതായത് നമുക്ക് ആർക്കും ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. പാസ്റ്റിൽ കഴിഞ്ഞു പോയതിനെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കില്ല. മറിച്ച് ഈ വർത്തമാനകാലത്തിൽ ഈ നിമിഷത്തിൽ എന്തെനിക്ക് ചെയ്യണം എന്നത് മാത്രമേ നമുക്ക് തീരുമാനിക്കാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും റിസൾട്ട് എന്തായിരിക്കണം എന്നതിൽ നമുക്ക് യാതൊരുവിധ കൺട്രോളുമില്ല. ഇപ്പോഴെന്നല്ല, ഇനി ഒരു കാലത്തും നമുക്കതിലേക്ക് കൺട്രോൾ എടുക്കാൻ സാധിക്കുകയുമില്ല. ഇതാണ് ഒരു യാഥാർത്ഥ്യം. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ അല്ല എന്നെപ്പോഴും ഞാൻ തിരിച്ചറിയുന്നോ അപ്പോൾ തന്നെ മാനസികമായി ഞാനൊരു സന്യാസിയുടെ മാനസികാവസ്ഥയിലേക്കോ
അല്ലെങ്കിൽ ഒരു വിജയിയുടെ മാനസികാവസ്ഥയിലേക്കോ മാറുകയാണ്. ഇത് തിരിച്ചറിയുന്നതിലൂടെ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടം തൊട്ട് വിജയിക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടായിട്ടുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതുവരെ നേരിട്ടതിൽ വിരലിലെണ്ണാവുന്ന 1-2 ദുഃഖഘട്ടങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ദുഃഖം ലൈഫിലുണ്ടായത്? പലരും മാനസിക ശാസ്ത്രത്തെപ്പറ്റി സംസാരിക്കുന്ന പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഈ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു എങ്കിൽ ഉറപ്പാണ് ആഗ്രഹങ്ങളിൽ മോഹങ്ങളിൽ എന്തെങ്കിലും ഭംഗം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ മോഹിക്കാനുള്ളൊരു കാരണം എന്താണ്? ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണ്, അതിനുള്ള റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നതാണല്ലോ നമ്മളുടെ മോഹം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കൺട്രോളിലുള്ള കാര്യം, എൻ്റെ പ്രവൃത്തി, അതിന് ഉണ്ടാവുന്ന റിസൾട്ട് അത് എൻ്റെ കൺട്രോളിലല്ല എന്ന തിരിച്ചറിവ് എനിക്കില്ലാത്ത കാലത്തോളം എനിക്ക് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാകണമെന്ന് ഇല്ലെങ്കിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും എന്നാൽ എൻ്റെ പ്രവൃത്തിയിൽ മാത്രമേ എനിക്ക് കൺട്രോൾ ഉള്ളൂ, മറിച്ച് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആകാം, അത് എൻ്റെ കഴിവോ കഴിവുകേടോ അല്ല, അതുപോലെ തന്നെ അത് പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നതിൽ എനിക്ക് യാതൊന്നും ചെയ്യാനില്ല എന്നും ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ, അങ്ങനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ പിന്നീട് ആ പ്രവൃത്തിയുടെ റിസൾട്ടിനെ പറ്റി ചിന്തിച്ച് ദുഃഖിക്കേണ്ട ഒരവസ്ഥ സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഒരു മനുഷ്യനുണ്ടാകുന്ന ദുഃഖം എത്രമാത്രം വലുതാണോ അത്രമാത്രം വലിയൊരു ദുഃഖം ആ പ്രവൃത്തിയുടെ ഫലത്തിൽ തനിക്കൊരു കൺട്രോളുമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് ഉണ്ടാകാതിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, നിങ്ങൾ ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ദുഃഖം ഒരുപക്ഷെ പൂർണ്ണമായും നിങ്ങളെ വിട്ടുപോകാനും, അല്ല എങ്കിൽ മറ്റൊരു സാധാരണക്കാരൻ ഇത് തിരിച്ചറിയാത്തൊരു വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ, ഇതിൻ്റെ റിസൾട്ട്, മോശമായൊരു റിസൾട്ട് നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താണ് സ്വായത്തമാക്കുന്നത്? പോകെ പോകെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടും തോറും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നാൽ കൂടി മാനസികമായി നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയങ്ങൾ ചോദിക്കണം. ഇന്നിപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇന്ന് വൈകുന്നേരം എന്നോട് സംസാരിച്ച ഒരു സബ്സ്ക്രൈബറുടെ കുറേ സംശയങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഒത്തിരി ബുക്കുകളൊക്കെ അദ്ദേഹവും നമ്മളെപ്പോലെ ഓരോരുത്തരും സൈക്കോളജിയെ പറ്റി അടക്കം വായിക്കുന്നുണ്ട്. പക്ഷേ അത് വായിച്ചിരുന്നാൽ പോലും അതിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ അതുപടി നമുക്കെല്ലാവർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഒപ്പം ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിശദമായി തന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യവുമാണ്. കാരണം ട്രേഡിങ്ങിലെ എന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സന്തോഷപൂർണ്ണമാക്കുന്നതിനും അതിലൂടെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നതിനും ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് വളരെയധികം ഗുണപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇന്ന് ഈയൊരു വീഡിയോയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. എന്നിരുന്നാൽ പോലും ഇത് വളരെയധികം തവണ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതായ ഒരു സബ്ജക്റ്റാണ്. ഇത് ഉള്ളിലേക്ക് മാക്സിമം തവണ നമ്മൾ ബോധ മനസ്സിലേക്ക് കൊടുക്കുകയും അത് നമ്മുടെ അബോധ മനസ്സിലേക്ക് എത്തുകയും അതിലൂടെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി ഈ മോഹവും മോഹഭംഗവും നമ്മളെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തിലെ ട്രേഡിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ലോസ് കൗണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് 7ഓളം ദിവസങ്ങളിൽ നിങ്ങൾക്കിവിടെ കാണാം, 7 ദിവസം കണ്ടിന്യൂസ് നമ്മൾ ലോസ് വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ
ഒരു ട്രേഡ് കൊണ്ട് നിർത്തത്തില്ല. ലോസ് വന്നാൽ റിവഞ്ച് ട്രേഡാണ്. 2, 3, 4, 16 ട്രേഡ് വരെയൊക്കെ ഒരു ദിവസം എടുത്തിട്ടുണ്ട്. 6000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെ ഒരു ദിവസം ലോസ് കൊടുത്തിട്ടുമുണ്ട്. എനിക്ക് കോമൺലി ഓർത്തെടുക്കാൻ പറ്റുന്ന ഇതാണ്, നമ്മൾ ദുഃഖം ഉണ്ടായത് കൊണ്ട് വീണ്ടും ട്രേഡ് എടുത്തപ്പോഴെല്ലാം വളരെ അപൂർവമായി 1-2 തവണ ആ ദിവസം പ്രോഫിറ്റിൽ അവസാനിച്ചു എന്നതൊഴിച്ചാൽ 90% അല്ല, അതിലധികം ദിവസങ്ങളിലും നെറ്റ് ലോസിലാണ് അവസാനിച്ചിട്ടുള്ളത്. ആ ലോസുകളെല്ലാം ഹ്യൂജ് ലോസുകളുമായിരുന്നു. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഈ 7 ദിവസത്തിൽ തന്നെ ഒരു ദിവസം ഞാൻ 2 ട്രേഡ് എടുത്തു. അതിൻ്റെ ഒരാവശ്യവുമില്ല. ഈ ഒരു ലോസ് കൊണ്ട് നിർത്തിയാൽ നമുക്ക് ലോസ് അത്രയും കുറച്ച് വയ്ക്കാൻ സാധിക്കും. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, നമ്മുടെ പ്രവൃത്തി എന്താണ്? ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് മിനിമം ഒരു ട്രേഡ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ട്രേഡിൻ്റെ ഫലം, റിസൾട്ട് എന്തുമായിക്കോട്ടെ, പ്രോഫിറ്റോ ലോസോ ആകാം, അത് നമ്മുടെ തെറ്റല്ല, നമ്മുടെ കഴിവുമല്ല. അങ്ങനെ പ്രോബബിലിറ്റി അനുസരിച്ച് ഒരേ സമയം തന്നെ ഒരു ട്രേഡ് പോസിറ്റീവ് ആകാനും അത്ര തന്നെ സാധ്യത ആ ട്രേഡ് നെഗറ്റീവ് ആകാനുമുണ്ട്. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിജയിച്ച ട്രേഡർ ആയിരിക്കണം. എനിക്ക് ഇദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ തുടക്കത്തിൽ എഴുതി കാണിക്കണമെങ്കിൽ അങ്ങനെ ആവണമല്ലോ. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ, ഈ വിജയിച്ചൊരു മനുഷ്യൻ ഇതാണ് ട്രേഡിങ്ങിനെ പറ്റി പറയാനുള്ളതെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അത് നിങ്ങൾക്ക് എത്ര രൂപ കൈ നഷ്ടം വരുത്താമെന്നുള്ളതാണ്. അത് കൂട്ടിയാൽ, നമ്പർ ഓഫ് ട്രേഡ് കൂട്ടിയാൽ നഷ്ടം വരാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി കൂടണമല്ലോ, അത് കൂടും. അപ്പോൾ കൂടുതൽ നഷ്ടം നിങ്ങൾ വരുത്തിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത, എടുക്കുന്ന സമയം കൂടി വരും. നേരെ മറിച്ച് ആ റിസ്ക് നിങ്ങൾ കൃത്യമായി മാനേജ് ചെയ്താൽ നിങ്ങൾ വളരെ വേഗത്തിൽ വിജയിക്കും. ഇങ്ങനെ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബോധ്യമുണ്ടാവണം. ഈ ട്രേഡ് എടുക്കുക എന്ന പ്രവൃത്തി മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എടുത്ത ട്രേഡിനെ വിജയിപ്പിക്കാൻ ഉള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരല്ല നമ്മൾ ഒരു റീറ്റെയിൽ ട്രേഡറും. ഒരുപക്ഷെ മാർക്കറ്റിനെ ഏത് ദിശയിലേക്കും ചലിപ്പിക്കാൻ ആവശ്യമായ പണം കൈവശമുള്ള ഒരു ട്രേഡർ, സപ്പോസ് ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് വിചാരിച്ചാൽ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഷെയറിനെ അവർക്ക് വേണമെങ്കിൽ ബുള്ളിഷ് ആക്കാം, അല്ലെങ്കിൽ ബെയറിഷ് ആക്കാം. അത്ര കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു ഷെയറിലേക്ക് പമ്പ് ചെയ്താൽ നമുക്കറിയാം, ഹ്യൂജ് ബൈയിങ് നടന്നാൽ ആ ഷെയറിൻ്റെ വില ഓട്ടോമാറ്റിക്കലി കയറിക്കൊണ്ടേയിരിക്കും. ഹ്യൂജ് സെല്ലിങ് നടന്നാൽ ആ ഷെയറിൻ്റെ വില ഇടിയും. പക്ഷേ എന്നെയോ നിങ്ങളെയോ പോലെയുള്ള സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് വിചാരിച്ചാൽ നമുക്ക് ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ പോലും ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസ് വിചാരിച്ചാൽ പോലും ഇവരൊരു ദിവസം ഒരു ഷെയറിനെ വമ്പിച്ച രീതിയിൽ വാങ്ങിക്കൂട്ടാൻ തീരുമാനിക്കുകയാണ്. 1000 കോടി രൂപയോ 6000 കോടി രൂപയോ അതിനകത്തേക്ക് ഇറക്കുകയാണെന്ന് കരുതുക. ഇവർ ബൈ ചെയ്യുകയാണ്, ഷെയറിൻ്റെ പ്രൈസ് സ്വാഭാവികമായും കൂടണം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണമുള്ള ഒരാളല്ലല്ലോ ഉള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസിനേക്കാൾ ധാരാളം പണമുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വിദേശ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇവർ വന്നിട്ട് അതേ ഷെയർ അതേ ദിവസം വിൽക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഒരുപക്ഷെ ട്രെൻഡിങ് മാർക്കറ്റേ ആയിരിക്കത്തില്ല, അതൊരു സൈഡ് വൈസ് മാർക്കറ്റായി മാറിയേക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് നോക്കിയാൽ തന്നെ, ഞാൻ ഇന്ന് ട്രേഡ് എടുക്കേണ്ടിയിരുന്നത് ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്തപ്പോൾ മുകളിലേക്കായിരുന്നു ട്രേഡ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ സ്ക്രീനിന് മുന്നിലില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് മാറിയതാണ്. എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു. പിന്നെ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അത് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചപ്പോൾ ഇതിന് താഴത്തേക്ക് റിവേഴ്സ് ആയപ്പോൾ ഈ ഒരു ക്യാൻഡലിന് ഞാനിന്ന് എൻട്രി എടുത്തു. ധാരാളം സമയം ഈ ഒരു ക്യാൻഡലിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുന്ന ക്യാൻഡിൽ നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഈ ഒരു ഗ്രീൻ ക്യാൻഡലിലാണ്. അതായത് 3 മണിക്കൂർ 35 മിനിറ്റ് ആ ട്രേഡിൽ നമ്മൾ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് കിടന്നിരുന്നത് ഇപ്പോഴും ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, 375 രൂപ 95 പൈസയിലാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം.
ഇവിടെ ഓർഡർ ബുക്കിനകത്തുണ്ട് നമ്മൾ 375 രൂപ 95 പൈസയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചത് എപ്പോഴാണ്? കാലത്തെ നമ്മൾ എൻട്രി എടുത്തു, സെല്ല് ചെയ്തത് 10:18 10:18 വെച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നത് 1:50 അപ്പോൾ ഇത്രയും സമയം, ഏകദേശം 3 മണിക്കൂറിലധികം സമയം നമ്മൾ ഈ ട്രേഡിൽ നിന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? എൻ്റെ 1:2 ഇവിടെ ആയിരുന്നു, ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നില്ല. ഇവിടെ മാർക്കറ്റ് ഒരു റേഞ്ചിൽ നിന്നു. അപ്പോൾ ഇങ്ങനൊരു റേഞ്ചിൽ നിന്നത് എന്തുകൊണ്ടായിരിക്കും? തുല്യശക്തികളായ 2 പേര് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ മാർക്കറ്റ് എങ്ങോട്ടും പോകാതെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അത് കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ആരുടെയും, ഈവൻ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അവരിതിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മറ്റൊരാൾ അതേപോലെ തന്നെ ഈക്വൽ ശക്തിയുള്ള ഒരാൾ അപ്പുറത്തുനിന്ന് പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ പ്രൈസ് എങ്ങോട്ടും പോവില്ല, മുകളിലേക്കും പോകുന്നില്ല താഴത്തേക്കും പോകുന്നില്ല എന്നൊരവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും കൺട്രോളിലല്ല മാർക്കറ്റെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും നമ്മളുടെ ആരുടെയും കൺട്രോളിലല്ല എന്നതാണ് പരമാർത്ഥമായ സത്യം. പിന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ നമ്മൾ നടത്തിയെടുക്കുന്നുണ്ടല്ലോ കാര്യങ്ങളെന്നുള്ളത് ശരിയാണ്. അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ, നമ്മളത് ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് നടക്കാതിരിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഈക്വൽ പോസിബിലിറ്റിയായി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് വ്യക്തമായ ഓരോ പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസിനെ നമ്മൾ റിപ്പീറ്റഡ്ലി പഠിച്ച് മനസ്സിലാക്കിയാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിൽ അതേ പാറ്റേണിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് 50%-ലധികവും അല്ലെങ്കിൽ 90% ഒക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മാച്ചിങ് റിസൾട്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് തുടർച്ചയായി നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു കീ പോയിൻ്റ് കിടക്കുന്നത് അവിടെയാണ്. നമ്മളുടെ എടുക്കുന്ന ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത, ചിലർ പറയും എൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി 90% ആണ്, എൻ്റെ സ്ട്രാറ്റജി അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ വേറെ ചിലർ 20% മാത്രം വിന്നിങ് പ്രോബബിലിറ്റി ഉള്ള സ്ട്രാറ്റജി വെച്ചിട്ട് സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർണാടകക്കാരൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. അദ്ദേഹം എടുക്കുന്ന ട്രേഡുകളുടെ 80% ലോസാണ്. 20% മാത്രമേ അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അതെല്ലാം ഹ്യൂജ് പ്രോഫിറ്റാണ്. അദ്ദേഹം റിസ്ക് റിവാർഡ് കൊണ്ടാണ് അതിനെ മാനേജ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 50-50 ഇല്ലെങ്കിൽ 40-60 40%-ഓ 50%-ഓ അതിൽ താഴെയോ മാത്രം നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളൂ എന്നിരുന്നാൽ പോലും നമ്മൾ ആ ട്രേഡിൽ 100 ദിവസം ട്രേഡ് ചെയ്താൽ നമുക്ക് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തും എന്ന ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും വിജയിക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് ഇന്ന് ഈ എടുക്കുന്ന ട്രേഡ് ലോസ് പൊയ്ക്കോട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്നൊരു മൈൻഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടെ ട്രേഡ് ചെയ്യാനിരിക്കുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാണുന്ന പോലെ തുടർച്ചയായി 7 ലോസ് അടിച്ചാൽ പോലും നമുക്കെന്താണ്, അടുത്ത ദിവസം വീണ്ടും ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു ലോസ് അടിച്ചു എന്ന് കരുതിയിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ട്രേഡ് എടുത്ത് അതിനെ ശരിയാക്കാൻ അതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യകത അവിടെ നമുക്കില്ലാതെ വരും. അപ്പോൾ ഏകദേശം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി അവിടെ എത്തിയെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഈ ഒരു ദിവസം നിങ്ങൾക്ക് കാണാം ഞാൻ അന്നത്തെ ദിവസം 2 ട്രേഡ് എടുത്തു. ഓക്കെ, അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസവും ഓരോരോ ഷെയറുകളിലാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി ആക്ച്വലി നമുക്ക് ഈ ഏത് ഷെയർ എടുത്താലും ആ ദിവസം അത് വിൻ ചെയ്യാനും ലോസ് അടിക്കാനുമുള്ള ഒരേപോലത്തെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് ഒരു ഷെയറിൽ തന്നെയല്ലേ? അതായത് ഒരു ഷെയർ 2% മിനിമം ഒരു ദിവസം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട റിസ്ക് റിവാർഡ് അതിനുള്ളിൽ നിന്ന് എനിക്ക് കിട്ടും. അത് പോസിറ്റീവ് സൈഡ് ആയിക്കോട്ടെ നെഗറ്റീവ് സൈഡ് ആയിക്കോട്ടെ, എനിക്ക് ലോസ് അടിക്കുന്നതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു ഷെയറിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക്
ഓരോ ദിവസവും ഓരോ ഷെയർ എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NTPC ഈ ദിവസം മുതൽ ഇത്രയും ദിവസം നമ്മൾ എടുത്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് നമ്പർ ഓഫ് പ്രോഫിറ്റ് ഡേയ്സ് കൂടി. ഇത് കൂടുന്നതിനുണ്ടായ പ്രധാന കാരണം ഏകദേശം ഈ ഒരു ഷെയറിൻ്റെ എങ്ങോട്ടിത് മൂവ് ചെയ്യും എന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മൾ ഡെയിലി ഇതിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം ഏകദേശം നമുക്ക് പിടികിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒപ്പം നമുക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ NTPCയുടെ എനിക്ക് വേണ്ടുന്നത് എത്രയാണ്? എനിക്ക് വേണ്ടുന്ന 2% ചേഞ്ച് ഒരു ദിവസം NTPCയിൽ വന്നാൽ എനിക്ക് അതിൽ നിന്ന് വേണ്ടുന്ന റിസ്ക് റിവാർഡ് കിട്ടും. ഇവിടെ നോക്കാം, 4% ഉണ്ട്. 4%ൻ്റെ ചേഞ്ചാണ് ഇത് തന്നേക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം നോക്കാം. ഇന്നലത്തെ ദിവസം നോക്കുമ്പോഴും ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ അത് 4%-ന് മുകളിലുണ്ട്. അപ്പോൾ 2%-ന് മുകളിലുള്ള ഒരു ഷെയർ, അപ്പോൾ 2% ATR ഉള്ള അതിന് മുകളിലുള്ളൊരു ഷെയർ കണ്ടെത്തുകയും തുടർച്ചയായി അതിൽ തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ആ ഷെയറിൻ്റെ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലാകുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി അവിടെ കൂട്ടാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ഒരു വിന്നിങ് പ്രോബബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ NTPC മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 ദിവസം നമുക്ക് പ്രോഫിറ്റും ഇവിടെ 3 ദിവസം നമുക്ക് ലോസുമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 50%-ലധികം സമയം നമ്മൾ 70-75% ദിവസം നമുക്ക് ഇവിടെ വിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ സന്തോഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കണ്ടിന്യൂസ് ലോസ് വന്ന സമയത്ത് എനിക്ക് അത്രമാത്രം ദുഃഖവുമില്ലായിരുന്നു. കാരണം ഇതാണ്, ഞാൻ ഈ ഒരു വിന്നിങ് പ്രോബബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല എൻ്റെ വിജയത്തെ ഞാൻ വിജയിക്കാനുള്ള ഫോമുല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ്. 1:2 വെച്ചിട്ട് എനിക്കൊരു 40% സക്സസ് റേഷ്യോ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മൊത്തം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്രോഫിറ്റിലായിരിക്കും എന്ന ഒരു മാത്തമാറ്റിക്സിൻ്റെ പുറത്തുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാണ് എനിക്ക് ഇത്രയും ട്രേഡ് എടുത്തപ്പോൾ സന്തോഷമോ അതുപോലെ തന്നെ ഇത്രയും ട്രേഡ് ലോസ് ആയപ്പോൾ കാര്യമായ ദുഃഖമോ ഉണ്ടാകാഞ്ഞത്. മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ദുഃഖമെന്ന് പറയുന്നതും സന്തോഷമെന്ന് പറയുന്നതും അവൻ്റെ 2 വികാരങ്ങളാണ്. സന്തോഷം വരുമ്പോൾ അവൻ അമിത ആവേശത്തിലാകുകയും ദുഃഖം വരുമ്പോൾ അതുപോലെ തന്നെ അമിതമായ രീതിയിൽ ഒരു മനുഷ്യൻ അക്രമകാരിയോ ഇല്ലെങ്കിൽ വളരെ ദേഷ്യം പ്രകടിപ്പിക്കാനോ എല്ലാത്തിനോടും നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാനോ ഉള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള 2 മാർഗങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, നമ്മുടെ കൺട്രോളിലല്ല ഒന്നും തന്നെ എന്നത് നമ്മൾ സ്വയം തിരിച്ചറിയുകയും ഒപ്പം തന്നെ നമ്മുടെ കൺട്രോളിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല, അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ഒപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായിരുന്നാലും അത് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് ഒരു മനുഷ്യൻ വിചാരിക്കുന്നിടത്ത് അയാളുടെ ഇമോഷൻ ഇല്ലാതാവുകയാണ്. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായാൽ സന്തോഷമോ നെഗറ്റീവായാൽ പിന്നീട് അദ്ദേഹത്തിന് സങ്കടമോ വരേണ്ട കാര്യം അവിടെ ഇല്ലാതാകുകയാണ്. ആ മനുഷ്യൻ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ബോധമനസ്സാൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാനസിക അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇമോഷൻ ഇല്ലാതെയാക്കാം. ഇമോഷൻ ഇല്ലാതെയാക്കാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ബോധപൂർവം ശ്രമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒന്ന്, ഇതുപോലെ ട്രേഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ഇതുപോലെ ഒരു ജേണൽ എഴുതി തുടങ്ങുക എന്നത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അച്ചടക്കം വളരെ കൃത്യമായി നമ്മൾ ശീലമാക്കിയാൽ, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു ശീലമാണ്. തുടർച്ചയായി 21 ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശീലമാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ശീലം പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ശീലം പതുക്കെ പതുക്കെ നമ്മുടെ സ്വഭാവമായി മാറും. നമ്മളുടെ സ്വഭാവം എന്താണോ ആ ഒരു സ്വഭാവമാണ് ഏതൊരു മനുഷ്യനെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതെല്ലാം പടിപടിയായ സ്റ്റെപ്പായി നമ്മൾ ആർജിച്ചെടുക്കാവുന്ന, ഏതൊരു മനുഷ്യനും പഠിച്ചെടുക്കാവുന്ന കഴിവുകൾ മാത്രമാണ്. അതിന് തുടക്കം എന്ന രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്
നമുക്ക് ഇന്നലെ വരെ ഒരച്ചടക്കവുമില്ലാതെ എത്ര നമ്പർ ട്രേഡുകളോ ഇല്ലെങ്കിൽ ഏത് രീതിയിൽ എൻട്രികളോ എടുത്തിരുന്ന ഒരു മനുഷ്യൻ 2, 3, 4 സ്ട്രാറ്റജികൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി മതി നമുക്ക്. ഇനി ആ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യരുത്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഗ്രീൻ ക്യാൻഡിൽ, അതിന് തൊട്ട് മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, അവിടം വരെ എത്തി, ഇനി അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മൾ സെല്ല് ചെയ്യും. ഇന്ന് നമ്മളത് കൃത്യമായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോസ് അടിക്കുമ്പോൾ നമുക്കൊരു സങ്കടവും ഇല്ല. കാരണം നമുക്ക് അതിനകത്ത് ഒരു റോളുമില്ല. നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലാണ് നമുക്ക് കൺട്രോളുള്ളത്. അത് നമ്മൾ കൃത്യമായി ചെയ്തു. ഇവിടെ നമ്മളൊരു തെറ്റും വരുത്തിയിട്ടില്ല. ഓക്കെ, രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ബൈ ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് ബൈ ചെയ്യാം. ഇതുപോലെ നമ്മൾ മുകളിലേക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞു. ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ മോർണിംഗിൽ തന്നെ റെഡ് ക്യാൻഡിൽ വെച്ചു, ഇതിവിടെ റിവേഴ്സായി. ആ സമയത്ത് നമ്മൾ ബൈ ചെയ്തു, ഇതിങ്ങോട്ട് നല്ല മൂവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത്രേ ചെയ്യാനുള്ളൂ. ഈ ദിവസം വരുന്നത് 15 ജൂലൈ ആണ്. 15 ജൂലൈ നമുക്കൊന്ന് നോക്കാം. 15-ാം തീയതി നമ്മൾ ട്രേഡ് ചെയ്തിരുന്നില്ല. ഇത് 1:2 നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് എടുത്തു നോക്കാം. 10-ാം തീയതി, ഈ 10-ാം തീയതി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? 10-ാം തീയതി നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 10-ാം തീയതി നമ്മൾ ചെയ്തേക്കുന്ന ബൈ ആണോ സെല്ലാണോ? ഇവിടെ ഷോർട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെല്ലാണ് ചെയ്തത്. നമുക്കിവിടെ നോക്കാം, ഇതിവിടെ വന്നു, ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ഹിറ്റ് ചെയ്തു. ഇതിനെ റിവേഴ്സ് ചെയ്തപ്പോഴാണ് നമ്മളിവിടെ സെല്ല് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഈ തലേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ഡേ ഹൈയും ഡേ ലോയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ബൈ ചെയ്യാവുന്നതിൻ്റെ കാരണം ഇവിടെ ഡേ ഹൈ ഉണ്ട് എന്നതാണ്. ഇത് മുകളിൽ പോയി, അടുത്ത പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗത്താണ് ഇത് ടച്ച് ചെയ്തിരുന്നത്. അതിനുശേഷം ഇവിടെ റിവേഴ്സ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അതായത് നമ്മൾ എൻട്രി എടുക്കുന്നത് എവിടെയൊക്കെയായിരുന്നു? നമ്മളുടെ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ അടുത്തോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ കൃത്യം മധ്യഭാഗത്തോ ഇടിച്ച് റിവേഴ്സ് ചെയ്യുമ്പോഴോ ഏത് സൈഡിലേക്കാണോ റിവേഴ്സ് ആകുന്നത് ആ സൈഡിലേക്ക് എൻട്രി എടുക്കുക. ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂൾ സിമ്പിളാണ്. ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്ത് നമ്മൾ സെല്ല് ചെയ്യും, റെഡ് ക്യാൻഡലിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും. ഇനി ഈ ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ റെഡ് ക്യാൻഡിലോ എവിടെയായിരിക്കണം? നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ കൃത്യം മധ്യഭാഗത്തോ ആയിരിക്കണം. ഈ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഒറ്റ നോട്ടത്തിൽ ഏതൊരാൾക്കും കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഈ ഒരു മാർഗ്ഗം തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കിണങ്ങുന്ന ഒരു സ്ട്രാറ്റജി കണ്ടെത്തുക. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേപോലെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്നതും സിമ്പിളായി നിങ്ങൾക്ക് എവരിഡേ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അത് എത്ര സിമ്പിളും ആയിക്കോട്ടെ, അതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം നിങ്ങളുടെ സ്ട്രാറ്റജി കോംപ്ലിക്കേറ്റഡ് ആണോ സിമ്പിളാണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് 90% വിന്നിംഗ് പ്രോബബിലിറ്റി ഉണ്ടോ അതോ 50% വിന്നിംഗ് പ്രോബബിലിറ്റി ഉള്ളോ, ഇതിലൊന്നും അല്ല കഥ ഇരിക്കുന്നത്. നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് 1:2 റിസ്ക് റിവാർഡ് തൊട്ട് മുകളിലേക്ക് നിങ്ങൾ വെക്കുന്ന റിസ്ക് റിവാർഡിലാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്ക് ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അത് 90% വിൻ റേഷ്യോ ഉള്ളതാകണമെന്ന് ഒരു നിർബന്ധമില്ല. 40% വിൻ റേഷ്യോ ഉള്ള സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എടുക്കുക, അതിനെ നിങ്ങൾ എവരിഡേ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാസ്റ്റർ ആകാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ ഒന്നെങ്കിൽ നമുക്ക് റെഡ് കിട്ടണം അല്ലെങ്കിൽ ഗ്രീൻ കിട്ടണം. അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അല്ലാത്ത കേസുകൾ സംഭവിക്കാറുണ്ട്. അതാണ് ഇന്ന് സംഭവിച്ചിരുന്നത്. അതായത് ഇൻഡിസിഷൻ ക്യാൻഡിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ആ ക്യാൻഡിലിൻ്റെ ബോഡി വളരെ ചെറുതായിരിക്കും. ലോയും ഹൈയും തമ്മിൽ അളന്നു കഴിഞ്ഞാൽ ഏകദേശം മധ്യഭാഗത്തായിരിക്കും അതിൻ്റെ ക്ലോസിങ് വന്നേക്കുന്നത്. ഇന്ന് അതേപോലെയാണല്ലോ.
അപ്പോൾ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതേപോലെ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇതുപോലെ അതെവിടെയാണ് വന്നിരിക്കുന്ന അതിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ ആ ഇൻഡിസിഷൻ ക്യാൻഡിലെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട് നമുക്ക് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3 ടൈപ്പ് എൻട്രീസേ നമുക്കുള്ളൂ. ഒന്ന് ഗ്രീൻ ക്യാൻഡിൽ, ഒന്ന് റെഡ് ക്യാൻഡിൽ, പിന്നൊന്ന് ഇൻഡിസിഷൻ ക്യാൻഡിൽ. അപ്പോൾ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുക. റിസ്ക് റിവാർഡ് 1:2 മിനിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ട്രേഡിങ്ങിൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ലോങ് റണ്ണിൽ വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. കണ്ടിന്യൂസ് ലോസ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, കണ്ടിന്യൂസ് വിൻ വരുന്നത് കൊണ്ടും അല്ല നമ്മൾ വിജയിക്കാൻ പോകുന്നത്, മറിച്ച് ഈ ഒരു റിസ്ക് റിവാർഡിലാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമുക്ക് ക്ഷമ വേണം, ഒപ്പം നമ്മളുടെ മാത്തമാറ്റിക്സിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ ഒരു ഫുൾ കോൺഫിഡൻസിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. കാരണം ഇവിടെ ഞാനത് ഉദാഹരണ സഹിതം കാണിച്ചു തരാം. നമ്മൾ ഈ ദിവസം എടുത്തത് 1:1 ആണ്. റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മൾ 130 രൂപയെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ അന്ന് ആക്ച്വലി മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 1:5 അപ്പോൾ ഈ 1:5 എടുക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കതിനുള്ള ധൈര്യം വേണം. അപ്പോൾ ഈ ധൈര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ഇതിപ്പോൾ 48 ദിവസമായിട്ടുള്ളൂ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സിസ്റ്റമാറ്റിക്കലി എഴുതി വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 48 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ 48 ദിവസം കൊണ്ടോ ഒരു പക്ഷേ 50 ദിവസമോ 100 ദിവസമോ കൊണ്ട് പെട്ടെന്നുണ്ടായി വരുന്ന ഒരു സാധനമാണോ ധൈര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസിപ്ലിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് സാധിച്ചെന്നിരിക്കാം. പക്ഷേ വളരെ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം എടുത്തേക്കാം. സമയം നമ്മൾ എത്ര കൂടുതൽ എടുക്കുന്നു എന്നതിൽ ഇവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സമയം എടുത്തോളൂ. പക്ഷേ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സ്വയം ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. നമ്മൾ മുന്നിലേക്ക് പോകും, നമ്മൾ വിജയത്തിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സൈക്കോളജിയെ ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം വീഡിയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുവാണ്. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തൊക്കെയാണോ നിങ്ങൾ തരുന്നത്, അതിനനുസരിച്ച് നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെപ്പറ്റി പഠിച്ച് ഒരു ഉത്തരം കണ്ടെത്തി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.